കാരണം ഇതിന് എത്രങ്ങാനും ചെലവ് ഇതിനുണ്ട്. ഒന്നതാ, എത്രങ്ങാനും ചെലവ് ഈ പരിപാടിക്കുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇപ്പൊ എത്ര ദിവസമാണ്? ഇന്നിപ്പോ തുടക്കമാണ് 19, 20, 21, 22, 23, 24, 5 ദിവസം അല്ലേ? 10 ദിവസം പൈസന്റെ ഊക്ക് തന്നെ തോന്നുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണ്. 10 ദിവസം ഈ മൈക്ക് സെറ്റുകാരന് 10,000 റുപ്യെങ്കിലും ചുരുങ്ങിയ കൊടുക്കണ്ടേ? വേണ്ടേ? ഒരു 10,000 റുപ്യെങ്കിലും സെറ്റുകാരന് കൊടുക്കണ്ടേ? വിവരറിയും അതൊക്കെ പൈസ എടുക്കണം, നല്ലോണം പൈസ എടുക്കണം. നല്ല സെറ്റാ, മാഷാ അല്ലാഹ്. ഏതാണ്? SLS അടിപൊളിയായിട്ടുണ്ട്, മാഷാ അല്ലാഹ്. എനിക്ക് തോന്നുന്നത് സെറ്റുകാരൻ്റെ കൊണ്ടാവില്ല, സെറ്റിന്റെ കൊണ്ടാവില്ല, ഈ ഓപ്പറേറ്ററുടെ കൊണ്ടായിരിക്കും. മാഷാ അല്ലാഹ്. അല്ലാഹു ബറക്കത്തെ. അപ്പൊ അവന് പൈസ കൊടുക്കണ്ട. മാഷാ അല്ലാഹ്. അവർക്ക് അല്ലാഹു നല്ല ഉഷാർ. അധികം വാങ്ങരുതേ. നാളെ ഒരു ദിവസം ഇതേമാതിരി ഞാൻ ഒരു ഓപ്പറേറ്ററെ പൊക്കി, നല്ല ഓപ്പറേറ്ററാന്ന് പറഞ്ഞു. 5,000 റുപ്യ അധികം വാങ്ങി. കമ്മിറ്റിങ് കുറിച്ചു അവിടെ തന്നെ. മോനൊരു ഉസ്താദെ നിങ്ങൾ പൊക്കി പറഞ്ഞിട്ട് 5,000 റുപ്യ വാങ്ങിയാണ്. ഞാൻ പറഞ്ഞു ഓപ്പറേറ്റർ കൊടുക്കാൻ പറഞ്ഞു, ഫോൺ ഓപ്പറേറ്റർ. അപ്പം ഓപ്പറേറ്റർ കൊടുത്തു. ഞാൻ ചോദിച്ചു എന്തിനാ 5,000 വാങ്ങി ചോദിച്ചു. അവൻ പറഞ്ഞു കഴിഞ്ഞ പരിപാടിക്ക് ഒരു മൊയിലാരും മൈക്കിനൊന്ന് മുട്ടിയിട്ട് ഒച്ച കൂട്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ പേരിൽ 5,000 ഓല് കുറച്ചിനി. അപ്പം കൂട്ടിയതാണ്. പറ്റും. ആ കരാറ് പറഞ്ഞാൽ ലംഘിക്കരുത്. അതായത് നമ്മളിപ്പം ഓപ്പറേറ്റർ പറയാണ് എനിക്ക് 1,00,000 റുപ്യ തരണം 10 ദിവസത്തിന്. ആ 1,00,000 കൊടുത്തിരിക്കണം. അത് കൊടുത്തിരിക്കണം. നേരെ മറിച്ച് 1,00,000 കൊടുത്തിട്ട് 80,000 കൊടുത്തിച്ചത് പൊരുത്തപ്പെടുന്നു പറഞ്ഞാൽ ബാക്കി 20,000 മാഷനാണ് ചോദിക്കൂല. ഓൽക്ക് അത് ബന്ധപ്പെട്ടതാണ്. നേരെ മറിച്ച് ഓലിങ്ങോട്ട് ഓലോട് കൊടുത്തതിൻ്റെ ശേഷം ഓലോട് പറയണത് അയക്കണത് അയച്ചോളൂ, 9,000 പേരാണ് അൽഹംദുലില്ലാ. നേരെ മറിച്ച് കരാറൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഓനോട് ചോദിക്കുക എത്ര റുപ്യാണ്? 1,00,000 റുപ്യ. അല്ലാതെ വർദ്ധിച്ച് കുറച്ച് കുറക്കണം, 80,000 റുപ്യയിലും ചോർക്കണം എന്നൊക്കെ പറയാം. കരാർ ചെയ്ത പരിപാടി ഉണ്ടാവുള്ളൂ, എനിക്കറിയാം. അതുപോലെ തന്നെ ഒരു കസേരക്ക് എത്ര റുപ്യ പറയാം? എത്ര റുപ്യ ഒരു കസേരക്ക്?